ഏതായാലും എന്നെ ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ പറയുന്നുണ്ട് മലയാളത്തിന്റെ അഹങ്കാരമാണെന്ന്. ഈ അഹങ്കാരം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അഹങ്കാരിയായത് അങ്ങനെയാണെന്ന് സംശയം. ആളുകൾ എല്ലാവരും കൂടെ അഹങ്കാരം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു അഹങ്കാരിയാണെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ ഒരു അഹങ്കാരം തോന്നിയിട്ടില്ല. അഹങ്കാരം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല. നിങ്ങളെ കൂടെയുള്ള ഈ സ്നേഹത്തിന്റെ അഹങ്കാരം മാത്രം. ഞാനിങ്ങോട്ട് പോരുന്ന വഴി എന്റെ സുഹൃത്ത് ജോണി ലൂക്കോസ് ഒരിക്കൽ സിദ്ദീഖുമായിട്ട് സംസാരിച്ചൊരു കഥ പറയുന്നുണ്ട്. ഞാനത് പറയട്ടെ ജോണി? ഒന്നുമില്ല, എന്നെപ്പറ്റി പറഞ്ഞാണ്. ഇപ്പൊ നമ്മള് മറ്റു ഭാഷയുള്ള ആളുകള് നമ്മൾ ഭയങ്കരമായി വിനയം കാണിക്കുന്നു. നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളുകളെ കാലുതൊട്ട് വണങ്ങുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. ഇപ്പോ സംവിധായകൻ സിദ്ദീഖ് ഹിന്ദിയിലും സിനിമയിലൊക്കെ ഡയറക്ട് ചെയ്ത് പ്രിയദർശനൊക്കെ അങ്ങനെ ഒരുപാട് ഹിന്ദി സിനിമയിലും ഹിന്ദി നടന്മാരെയൊക്കെ കണ്ട് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയതിനു ശേഷം ജോണിയോട് പറഞ്ഞു, അവരിവിടെ വിനയം അഭിനയിക്കുന്നു, മമ്മൂട്ടി ജാട അഭിനയിക്കുന്നു. അപ്പൊ എന്റെ ജാട എന്ന് പറയുന്ന ഒരു ചെറിയ അഭിനയമാണ്. യഥാർത്ഥത്തിൽ അതൊരു പ്രിവെന്റീവ് മെഷറായിട്ട് കണക്കാക്കിയാൽ മതി. ആളുകൾ ജാട എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരീരം മറ്റുള്ളവരും രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രിവെൻഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്കുള്ള ജാട നിങ്ങൾ തന്നെയാണ്. ഇത്രയും ആളുകൾ കൂടി ഞാൻ വരുമ്പോൾ കൈയിടുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ജാട ഇല്ലാതെ ഉണ്ടായില്ലെങ്കിലും